ഓണം പിറന്നാലും ക്രിസ്മസ് പിറന്നാലും കാശിക്കുട്ടന് പ്രിയം ദോശയാണ്. അങ്ങനെ ദോശയും ചമ്മന്തിയും ഒരു മുട്ട സണ്ണി സൈഡ് അപ്പാക്കിയൊക്കെ സെറ്റാക്കി. പക്ഷെ പ്ലേറ്റിലേക്ക് മാറ്റിയപ്പോഴേക്കും നമ്മുടെ സണ്ണിക്കുട്ടൻ പൊട്ടി കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ ദൈവമേ. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ലേശം പോത്തിറച്ചി ഇല്ലാണ്ട് എന്നാ ക്രിസ്മസ് ആന്നേ. അതുകൊണ്ട് മനുഷ്യനും ബീഫ് വാങ്ങി വന്നു. അത് നന്നായി കഴുകി കുക്കറിലേക്ക് ഇട്ട് കേട്ടോ. അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ഗരം മസാല, ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ഇട്ട് നന്നായി കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം കേട്ടോ. കുക്കറിൻ്റെ ലിഡ് വെച്ച് മൂടി നേരെ ഗ്യാസിലേക്ക് വെക്കാം. വിസിലിൻ്റെ എണ്ണ ഉപയോഗിക്കുന്ന കുക്കറിന് ഇറച്ചിക്ക് അനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും 5 മുതൽ 8 വരെ വേണ്ടി വന്നു. 2 കുഞ്ഞ് സവാളയും ഒരുപാട് ഉള്ളി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടേ. ഇനി ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇട്ടു. ഇനി തേങ്ങാക്കൊത്തിട്ട് അത് നന്നായി ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണേ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി സവോളയും കൂടി ഇട്ട് നന്നായി ഇളക്കിയെടുക്കണം. ഉപ്പും കറിവേപ്പില ഇട്ട് വേണം കേട്ടോ ഇളക്കാനായിട്ട്. നന്നായി ഇളക്കി മൂടി വെച്ച് വേവിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാല, എരിവിനാവശ്യമായ മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് നന്നായി വഴറ്റുക. പ്രഷർ പോയതിന് ശേഷം കുക്കർ തുറന്ന് അതിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കണം. കുക്കർ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. അതിനുശേഷം കുക്കറിലുള്ള ബാക്കിയുള്ള വെള്ളവും നമ്മുടെ ഇറച്ചിയും എല്ലാം അതിലേക്ക് ഇട്ട് നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. നിങ്ങളിവിടെ ബീഫ് തിളയ്ക്കുന്നുണ്ടോ നോക്കിയിരിക്കും. ഞാൻ പോയിച്ചിട്ട് പരിപ്പേറി വെച്ചിട്ട് വരാം. ബീഫിൽ വെള്ളം എല്ലാം വറ്റി എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ കറി റെഡിയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയൂണിനുള്ളതെല്ലാം ആയി. പരിപ്പും പപ്പടവും ഇച്ചിരി ബീഫും. കാശിക്കുട്ടന് സ്പെഷ്യലായിട്ട് ഇച്ചിരി ചൂര വറുത്തതും കൂടെ ഉണ്ട്. അങ്ങനെ ഇച്ചിരി പരിപ്പും ബീഫ് കറിയായിട്ട് ഞാൻ ചോറുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാല്ല, വളരെ സൂപ്പറായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസ് വിശേഷം. നിങ്ങളുടെ ആഘോഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയണേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റ ബൈ ബൈ, സീ യു സൂൺ.